പ്രിയമുള്ളവരെ, വചനജ്വാല 1708 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 5 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് മെയ് മാസ വണക്കം 5-ാം ദിവസത്തേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേൽ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 28 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഞാൻ ആ ജീവികളെ സൂക്ഷിച്ചു നോക്കി, അതാ അവയ്ക്ക് ഓരോന്നിനും സമീപത്ത് ഭൂമിയിൽ ഓരോ ചക്രം, അവയുടെ രൂപവും ഘടനയും അവ ഗോമേതകം പോലെ ശോഭിച്ചിരുന്നു. അവയ്ക്ക് 4-നും ഒരേ രൂപമായിരുന്നു. ഒരു ചക്രത്തിനുള്ളിൽ മറ്റൊന്ന് എന്ന വിധമായിരുന്നു അവയുടെ ഘടന. അവ ചരിക്കുമ്പോൾ 4-ൽ ഏതു ദിക്കിലേക്കും ഇടം വലം തിരിയാതെ പോകാമായിരുന്നു. അവയുടെ പട്ടകൾ ഭയമുളവാകത്തക്ക വിധം ഉയരമുള്ളതായിരുന്നു. 4-ന്റെയും പട്ടകൾക്ക് ചുറ്റും നിറയെ കണ്ണുകളുണ്ടായിരുന്നു. ആ ജീവികൾ നടന്നപ്പോൾ ചക്രങ്ങളും അവയോട് ചേർന്ന് നീങ്ങിയിരുന്നു. ജീവികൾ നിലത്തു നിന്ന് ഉയരുമ്പോൾ ചക്രങ്ങളും ഉയരും. അവ എവിടെ പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അവിടെയെല്ലാം അവ പോയി. അവയോടൊപ്പം ചക്രങ്ങളും പോയി. എന്തെന്നാൽ ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിൽ ഉണ്ടായിരുന്നു. ജീവികൾ ചലിക്കുമ്പോൾ ചക്രങ്ങളും ചലിച്ചിരുന്നു. അവ നിൽക്കുമ്പോൾ ചക്രങ്ങളും നിൽക്കും. അവ ഭൂമിയിൽ നിന്ന് ഉയർന്നപ്പോൾ ചക്രങ്ങളും ഉയർന്നു. കാരണം ആ ജീവികളുടെ ആത്മാവ് ആ ചക്രങ്ങളിൽ ഉണ്ടായിരുന്നു. ആ ജീവികളുടെ തലയ്ക്ക് മുകളിൽ സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു വിധാനമുണ്ടായിരുന്നു. അത് അവയുടെ തലയ്ക്ക് മുകളിൽ വിരിഞ്ഞു നിന്നു. അവയുടെ ചിറകുകൾ ആ വിധാനത്തിനു കീഴിൽ ഒന്നിന്റെ ചിറക് അടുത്തേതിൻ്റെതിൽ സ്പർശിക്കുമാറ് നിവർത്തിപ്പിടിച്ചിരുന്നു. അവയോരോന്നിനും തങ്ങളുടെ ശരീരം മറയ്ക്കുന്നതിന് ഈ 2 ചിറകുകൾ ഉണ്ടായിരുന്നു. അവ പറന്നപ്പോൾ അവയുടെ ചിറകുകളുടെ ശബ്ദം ഞാൻ കേട്ടു. അത് മലവെള്ളത്തിന്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ ഗംഭീരനാദം പോലെയും സൈന്യത്തിന്റെ ആരവം പോലെയും മുഴക്കമുള്ളതായിരുന്നു. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മുകളിൽ നിന്ന് ഒരു സ്വരമുണ്ടായി. അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറകുകൾ താഴ്ത്തിയിട്ടിരുന്നു. അവയുടെ തലയ്ക്ക് മുകളിലുള്ള വിധാനത്തിന് മീതെ ഇന്ദ്രനീല കല്ലുപോലുള്ള ഒരു സിംഹാസനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. മനുഷ്യന്റേതുപോലെ ഒരു രൂപം അതിൽ ഇരിപ്പുണ്ടായിരുന്നു. അവന്റെ അരക്കെട്ട് പോലെ തോന്നിച്ചിരുന്നതിന്റെ മുകൾ ഭാഗം തിളങ്ങുന്ന ഓടുപോലെയും അഗ്നി കൊണ്ട് പൊതിഞ്ഞിരുന്ന പോലെയും കാണപ്പെട്ടു. താഴെയുള്ള ഭാഗം അഗ്നി പോലെ കാണപ്പെട്ടു. അവന് ചുറ്റും പ്രകാശവും ഉണ്ടായിരുന്നു. മഴയുള്ള ദിവസം മേഘത്തിൽ കാണപ്പെടുന്ന മഴവില്ല് പോലെയായിരുന്നു അവന്റെ ചുറ്റുമുണ്ടായിരുന്ന പ്രകാശം. കർത്താവിന്റെ മഹത്വത്തിന്റെ രൂപം കാണപ്പെട്ടത് ഈ വിധത്തിലാണ്. ഇവ ദർശിച്ച മാത്രയിൽ ഞാൻ കമഴ്ന്നു വീണു. ആരോ സംസാരിക്കുന്ന സ്വരം ഞാൻ കേട്ടു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ രക്തസാക്ഷിയായ ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചലൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്ന ആഞ്ചലൂസ് കാർമൽ മലയിൽ താമസിച്ചിരുന്ന സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു. അവിടെ നിന്ന് സിസിലിയിൽ പോയി.
ജെറൂസലേമിലെ പാത്രിയാർക്കീസ് വിശുദ്ധ ആൽബർട്ട് പുതിയ സഭയ്ക്ക് വേണ്ട നിയമം എഴുതിയുണ്ടാക്കി. 1203 പുതിയ സഭ രൂപം കൊണ്ടപ്പോൾ ആഞ്ചലോസ് ആ സഭയിൽ അംഗമായി. അദ്ദേഹം തന്നെ റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. തുടർന്ന് ഒരു സുവിശേഷ പ്രസംഗത്തിനിടയ്ക്ക് ദുർമാർഗിയായ ഒരാളെ ശാസിച്ചപ്പോൾ ആഞ്ചലൂസിനെ വധിച്ച് അദ്ദേഹത്തിന് രക്തസാക്ഷിത്വ മകുടം ചൂടിക്കൊടുത്തു. പ്രിയമുള്ളവരെ, ധീരരക്തസാക്ഷിയായ ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചലൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.